ദൈവ തിരുനാമം മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ നിങ്ങൾക്കെല്ലാവർക്കും ഞങ്ങളുടെ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. സമാഗമന കൂടാരം എന്ന വിഷയത്തിൻ്റെ 5ാമത്തെ ക്ലാസ്സിലേക്കാണ് നാം കടന്നു വന്നിരിക്കുന്നത്. സമാഗമന കൂടാരത്തിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് മുമ്പ് അതിൻ്റെ ചുറ്റുപാടുകളെയും ഒന്ന് നോക്കിക്കണ്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി അതിനകത്തിരിക്കുന്നതായ ഓരോ ഉപകരണങ്ങളെയും കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. എന്നാൽ അത് എങ്ങനെയാണ് അവിടെ കെട്ടി ഉണ്ടാക്കുന്നതിൻ്റെ ചുറ്റുപാടുകൾ എങ്ങനെയെല്ലാമാണ് എന്നെല്ലാം ഒന്ന് മനസ്സിലാക്കുവാൻ ഇസ്രായേൽ പാളയത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ സമാഗമന കൂടാരം അടിച്ചിരിക്കുന്ന പാളയത്തെക്കുറിച്ച്, സമാഗമന കൂടാരം അത് ഇസ്രായേൽ പാളയത്തിൻ്റെ നടുവിലായിട്ടാണ് കെട്ടിയുണ്ടാക്കുന്നത്. സമാഗമന കൂടാരം സ്ഥിതി ചെയ്യുന്നതായ ഇസ്രായേൽ പാളയം സമചതുരമാണ്. അതിൻ്റെ മധ്യത്തിലായിട്ടാണ് സമാഗമന കൂടാരം നിവർത്തിക്കെട്ടിയിരിക്കുന്നത്. ഇസ്രായേൽ പാളയം എന്ന് പറയുമ്പോൾ ഏതാണ്ട് 25 ലക്ഷത്തിലധികം ആളുകൾ പാർക്കുന്ന സ്ഥലമാണ്. അതിൻ്റെ വിസ്തൃതിയെക്കുറിച്ച് 10 മൈൽ നീളവും 10 മൈൽ വീതിയും, അത്രമാത്രം വിസ്തൃതിയുണ്ട്. ഈ സമാഗമന കൂടാരത്തിൽ ഈ യാഗപീഠത്തിലെ ചാരം വാരിക്കൊണ്ടുപോയി പാളയത്തിൻ്റെ പുറത്ത് കളയണം. അതുപോലെ തന്നെ മഹാപാപ പരിഹാര പെരുന്നാൾ ദിനത്തിൽ അസസ്സേലിന് ചീട്ടി വീഴുന്ന ആട്ടിൻകുട്ടിയെ പാളയത്തിന് പുറത്തേക്ക് കൊണ്ടുപോയി വിടണം. ഈ സമാഗമന കൂടാരത്തിൽ നിന്ന് പാളയത്തിൻ്റെ പുറത്തേക്ക് പോകണമെങ്കിൽ ഈ ചാരം വാരുന്ന പുരോഹിതൻ 5 മൈൽ ദൂരം സഞ്ചരിക്കണം. അത് പാളയത്തിൻ്റെ ഈ യാഗപീഠത്തിലെ ചാരം വാരി പാളയത്തിൻ്റെ പുറത്ത് കൊണ്ടുപോയി കളയണമെങ്കിൽ 5 മൈൽ ദൂരം സഞ്ചരിക്കണം. ഇത്രയും വിസ്തൃതമാണ് ഈ ഇസ്രായേൽ പാളയം. ഇസ്രായേൽ പാളയത്തിൻ്റെ കിഴക്ക് വശത്താണ് 20 മുഴം വീതിയുള്ള പ്രാകാരവാതിൽ സ്ഥിതി ചെയ്യുന്നത്. അതിൻ്റെ പ്രവേശന കവാടം കിഴക്ക് വശത്താണ്. 20 മുഴം വീതിയുള്ള പ്രാകാരവാതിലാണ് ആലയത്തിലേക്കുള്ള ഏക പ്രവേശന കവാടം. ഈ സമാഗമന കൂടാരത്തിൻ്റെ ചുറ്റിലുമാണ് ഇസ്രായേൽ ജനം കൂടാരങ്ങൾ അടിച്ച് പാർക്കുന്നത്. നമ്മൾ ആ ചിത്രത്തിൽ കാണുന്ന അവരുടെ കൂടാരങ്ങൾ അത് ചുമ്മാ എങ്ങനെയെങ്കിലുമൊക്കെ അങ്ങ് പാർക്കുകയല്ല. ഓരോ ഗോത്രങ്ങളും അവരവർക്ക് തോന്നിയതുപോലെ പാർക്കുകയല്ല. വളരെ അടുക്കോടും ചിട്ടയോടും കൂടെ ക്രമമായി അവർ പാളയമടിച്ച് താമസിക്കുന്നു, കൂടാരങ്ങളടിച്ച് പാർക്കുന്നു. എല്ലാറ്റിനും ഒരു ക്രമമുണ്ട്. ഓരോ വശങ്ങളിലും 3 ഗോത്രങ്ങൾ വീതം 12 ഗോത്രങ്ങളും കൂടാരങ്ങളടിച്ച് ഇസ്രായേൽ പാളയത്തിൽ പാർക്കുന്നു. ഇവര് പാർക്കുന്ന വിധം സംഖ്യാപുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 31 വരെയുള്ളതായ വാക്യങ്ങളിൽ നാം കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 1 മുതൽ 31 വരെയുള്ളതായ വാക്യങ്ങൾ. ഇത് വായിക്കാൻ നാം സമയമെടുത്താൽ അങ്ങ് നീണ്ടുപോകുമല്ലോ. നിങ്ങളെല്ലാവരും ബൈബിൾ മറിച്ച് ആ വേദഭാഗം ഒന്ന് എടുക്കുക. സംഖ്യാപുസ്തകം 2-ാം അധ്യായം 1 മുതൽ 31 വരെയുള്ള വാക്യങ്ങളിൽ
അവർ ഓരോരുത്തരും പാർക്കുന്ന വിധത്തെക്കുറിച്ച് പറയുന്നുണ്ട്. നിങ്ങളതൊന്ന് പിന്നീട് വായിച്ചാലും മതി. ഓരോന്ന് വായിക്കാൻ നോക്കിയാൽ അല്പസമയം മുന്നോട്ട് പോകുമല്ലോ. വളരെ അടുക്കോടും ചിട്ടയോടും കൂടെയാണ് ഇസ്രായേൽ പാളയത്തിൻ്റെ കിഴക്ക് 3 ഗോത്രങ്ങളാണ്. കിഴക്ക് വശത്ത് 3 ഗോത്രങ്ങളാണുള്ളത്. കിഴക്ക് 3 ഗോത്രങ്ങൾ. അതിലെല്ലാം കൃത്യമായിട്ടാണ് എല്ലാവരും പാർക്കുന്നത്. കിഴക്ക് വശത്ത് 3 ഗോത്രങ്ങൾ: യഹൂദ ഗോത്രം, ഇസാഖാർ ഗോത്രം, സെബൂലൂൻ ഗോത്രം. മധ്യഭാഗത്ത് സമാഗമന കൂടാരം. അതിൻ്റെ കിഴക്ക് വശത്ത് യഹൂദ ഗോത്രം, ഇസാഖാർ ഗോത്രം, സെബൂലൂൻ ഗോത്രം. യഹൂദ ഗോത്രത്തിൽ 74,600 പേരുണ്ട്. ഇതെല്ലാം ഈ അധ്യായത്തിൽ എഴുതിയിരിക്കുന്നതാണ്. യഹൂദ ഗോത്രത്തിൽ 74,600 പേരുണ്ട്. ഇസാഖാർ ഗോത്രത്തിൽ 54,400 പേരുണ്ട്. സെബൂലൂൻ ഗോത്രത്തിൽ 57,400 പേരുണ്ട്. അങ്ങനെ ഈ 3 ഗോത്രങ്ങളിലായി 1,86,400 പേരുണ്ട്. അവര് യഹൂദ ഗോത്രത്തിൻ്റെ കൊടിയുടെ കീഴിലാണ്. ഓരോ വശങ്ങളിലും 4 കൊടികളുണ്ട്. ആ കൊടികളുടെ കീഴിലാണ് അവർ പാർക്കുന്നത്. യഹൂദ ഗോത്രത്തിൻ്റെ കൊടിയുടെ കീഴിൽ കിഴക്ക് യഹൂദ ഗോത്രം, ഇസാഖാർ ഗോത്രം, സെബൂലൂൻ ഗോത്രം. ഓരോ നിരയും ഓരോ ഗോത്രങ്ങൾക്കായിട്ടാണ്. തെക്ക് വശത്ത് രൂബേൻ ഗോത്രം, ശിമയോൻ ഗോത്രം, ഗാദ് ഗോത്രം. രൂബേൻ, ശിമയോൻ, ഗാദ്. തെക്ക് വശത്ത് 3 ഗോത്രങ്ങൾ. രൂബേൻ ഗോത്രത്തിൽ 46,500 പേരുണ്ട്. ശിമയോൻ ഗോത്രത്തിൽ 59,300 പേരുണ്ട്. ഗാദ് ഗോത്രത്തിൽ 45,650 പേരുണ്ട്. ആകെ 1,51,450 പേരുണ്ട് തെക്ക് വശത്ത്. പടിഞ്ഞാറ് വശത്ത് എഫ്രയീം ഗോത്രം, മനശ്ശെ ഗോത്രം, ബെന്യാമീൻ ഗോത്രം. എഫ്രയീം ഗോത്രത്തിൽ 40,500 പേരുണ്ട്. മനശ്ശെ ഗോത്രത്തിൽ 32,500 പേരുണ്ട്. ബെന്യാമീൻ ഗോത്രത്തിൽ 35,400 പേരുണ്ട്. ആകെ 1,80,100 പേരുണ്ട് പടിഞ്ഞാറ് വശത്ത്. വടക്ക് ദാൻ ഗോത്രമാണ്. ദാൻ ഗോത്രം, അസേർ ഗോത്രം, നഫ്താലി ഗോത്രം. വടക്ക് ദാന്റെ കൊടിക്കീഴിൽ. ദാൻ ഗോത്രത്തിൽ 62,700 പേരുണ്ട്. അസേർ ഗോത്രത്തിൽ 41,500 പേരുണ്ട്. നഫ്താലി ഗോത്രത്തിൽ 53,400 പേരുണ്ട്. അങ്ങനെ ആകെ 1,57,600 പേരുണ്ട്. അങ്ങനെയാണ് അവർ പാർക്കുന്നത്. കിഴക്ക്, തെക്ക്, പടിഞ്ഞാറ്, വടക്ക് 3 ഗോത്രങ്ങൾ വീതം ഓരോ നിരയിൽ അവർ പാർക്കുന്നു. വീണ്ടും ലേവി ഗോത്രമുണ്ട്. ലേവി ഗോത്രം പാർക്കുന്നത് കൂടാരത്തോട് ഏറ്റവും അടുത്താണ്. കൂടാരത്തിൻ്റെ ഏറ്റവും അടുത്ത്, സമാഗമന കൂടാരത്തോട് ചേർന്ന് അതിൻ്റെ വാതിൽക്കൽ, കിഴക്ക് വശത്തെ വാതിലിനോട് ചേർന്ന് മോശയും അഹ്റോനും പാർക്കും. മറ്റ് 3 വശങ്ങളിലുമായി ലേവ്യ ഗോത്രം ഏറ്റവും അടുത്ത്. ലേവിക്ക് 3 മക്കളാണുള്ളത്: ഗർശോൻ, മെരാരി, കെഹാത്യ. അപ്പോൾ മറ്റ് 3 വശങ്ങളിൽ ഓരോ മക്കൾ, അവരുടെ മക്കൾ. അങ്ങനെ ലേവി ഗോത്രം വടക്കും തെക്കും പടിഞ്ഞാറും ലേവി ഗോത്രം, കിഴക്ക് മോശയും അഹ്റോനും വാതിലിനോട് ചേർന്ന് പാർക്കുന്നു.
ഞാൻ ആ കണക്കുമെല്ലാം ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. നിങ്ങൾ ആ അധ്യായം വായിച്ചാൽ കിട്ടും. വളരെ മനോഹരമായിട്ടാണ് ഈ പാളയം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഈ പാളയം ദൂരെ നിന്ന് നോക്കി ഒരാൾ കണ്ടു. ബലയാം ഈ പാളയം ദൂരെ നിന്ന് നോക്കിയപ്പോൾ ഇതിനെക്കുറിച്ച് പറയുന്നത് സംഖ്യാപുസ്തകം 24-ാം അധ്യായം 5-6 വാക്യങ്ങളൊന്ന് വായിക്കാം. സംഖ്യ 24-ാം അധ്യായം 5-6 വാക്യങ്ങളിൽ ഇത്ര മനോഹരമായ ഈ പാളയത്തെ ദൂരത്ത് നിന്ന് നോക്കിക്കണ്ട ഒരാൾ പറയുന്ന വാക്കുകൾ, ബലയാമിന്റെ വാക്കുകൾ എന്താണ്? യാക്കോബേ, നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം! താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു, നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദന വൃക്ഷങ്ങൾ പോലെ, ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ തന്നെ. അപ്പോൾ ഇങ്ങനെ ഈ മനോഹരമായി, ഇത്ര മനോഹരമായി സമചതുരത്തിലുള്ളതായ 10 മൈൽ നീളവും 10 മൈൽ വീതിയിലുമുള്ള ഈ ഇസ്രായേൽ പാളയം, 25 ലക്ഷത്തിലധികം ആളുകൾ പാളയം അടിച്ച് പാർക്കുന്നതായ ഈ പാളയം ദൂരെ നിന്ന് നോക്കിക്കണ്ട ബലയാം പറയുകയാണ്, യാക്കോബേ നിന്റെ കൂടാരങ്ങൾ, ഇസ്രായേലേ നിന്റെ നിവാസങ്ങൾ എത്ര മനോഹരം! താഴ്വര പോലെ അവ പരന്നിരിക്കുന്നു, നദീതീരത്തെ ഉദ്യാനങ്ങൾ പോലെ, യഹോവ നട്ടിരിക്കുന്ന ചന്ദന വൃക്ഷങ്ങൾ പോലെ, ജലാന്തികയുള്ള ദേവദാരുക്കൾ പോലെ തന്നെ. വളരെ മനോഹരമായി ഒരു ഗാർഡൻ പ്ലാൻ ചെയ്തിരിക്കുന്നത് പോലെ. ചുമ്മാ നല്ല ഈ കയറ് കെട്ടി, ചരട് കെട്ടി, ലൈൻ പിടിച്ചാണ് അവർ പാർക്കുന്നത്. ആ സമാഗമന കൂടാരത്തിൻ്റെ ആ പിക്ചർ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കയറ് കെട്ടി ലൈൻ പിടിച്ച് വളരെ മനോഹരമായി, ഇത്ര മനോഹരമായ ഒരു ക്രമീകരണം ലോക ചരിത്രത്തിൽ ഒരിടത്തും നമുക്ക് കാണാൻ കഴിയുകയില്ല. ലോക ചരിത്രത്തിൽ ഒരിടത്തുമില്ല ഇത്ര മനോഹരമായ ഒരു ക്രമീകരണം. എന്തോ മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ, എന്തോ മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ, എന്തോരതിശയം ദൈവസ്വരൂപത്തെ, എന്തോരതിശയം ദൈവസ്വരൂപത്തെ ചിന്തും പ്രതിബിംബം ചന്തമായി കാണുന്നു, ചിന്തും പ്രതിബിംബം ചന്തമായി കാണുന്നു. എന്തോ മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ, എന്തോ മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ. സീനായ് മരുഭൂമിയിൽ സ്ഥാപിച്ച സമാഗമന കൂടാരം, സീനായ് മരുഭൂമിയിൽ സ്ഥാപിച്ച സമാഗമന കൂടാരം, സിയോൻ മണവാളനും പതിവ്രതയാകും തിരുസഭയ്ക്കും, സിയോൻ മണവാളനും പതിവ്രതയാകും തിരുസഭയ്ക്കും, സ്വർഗയെരൂശലേം വാസസ്ഥലത്തിനും, സ്വർഗയെരൂശലേം വാസസ്ഥലത്തിനും സാമ്യമീ കൂടാരം കാര്യമല്ലോ കണ്ടാൽ, സാമ്യമീ കൂടാരം കാര്യമല്ലോ കണ്ടാൽ. എന്തോ മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ, എന്തോ മനോഹരമേ ഈ കാണുന്നതെന്തോരതിശയമേ. ഏകമാം വാതിലോടും 60 തൂണുകളോ
വേളിപ്പേടാം വെള്ളത്തിരശിലയാൽ ഏകദൈവനീതിയിൽ വേളിപ്പേടാം വെള്ളത്തിരശിലയാൽ ആകെ മറച്ചതിനുള്ളിലവരുടെ നാഥനെഴുന്നള്ളി വാഴുന്നന്നു ദീനം നാഥനെഴുന്നള്ളി വാഴുന്നന്നു ദീനം എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ നീലനൂൽ ധൂമ്രനൂലും ചുവപ്പും പിരിച്ചത പഞ്ഞിനൂലും നീലനൂൽ ധൂമ്രനൂലും ചുവപ്പും പിരിച്ചത പഞ്ഞിനൂലും നാലു നിറം കലർന്ന പ്രാകാരത്തിൻ വാതിൽ മറയതിന്മേൽ നാലു നിറം കലർന്ന പ്രാകാരത്തിൻ വാതിൽ മറയതിന്മേൽ ബാലാനീലൻ ഊദിച്ചേലോഹിം രാജന്റെ ബാലാനീലൻ ഊദിച്ചേലോഹിം രാജന്റെ ശീലഗുണമോരോ നോതും നീലോകർക്കായി ശീലഗുണമോരോ നോതും നീലോകർക്കായി എന്തു മനോഹരം ഇക്കാണുന്നതെന്തോരതിശയമേ എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ എന്തോരതിശയം ദൈവസ്വരൂപത്തെ എന്തോരതിശയം ദൈവസ്വരൂപത്തെ ചിന്തും പ്രതിബിംബം ചന്തമായി കാണുന്നു ചിന്തും പ്രതിബിംബം ചന്തമായി കാണുന്നു എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ എന്തു മനോഹരമേ ഇക്കാണുന്നതെന്തോരതിശയമേ എന്ന് പറഞ്ഞാൽ ഈ ദൈവമക്കളുടെ പ്രത്യേകത എങ്ങനെയായിരിക്കണമെന്നാണ്. ദൈവമക്കളുടെ പ്രത്യേകത എങ്ങനെയായിരിക്കണം? അവർ ക്രമമുള്ളവരാണ്. നമ്മുടെ ശുശ്രൂഷകളും നമ്മുടെ കൂടിവരവുകളും നമ്മുടെ ജീവിതവും എല്ലാം മനോഹരമായിരിക്കണം. ദൈവമക്കളുടെ ജീവിതം ക്രമമുള്ളതായിരിക്കണം. ഈ ലേവ്യർക്ക് ഞാൻ പറഞ്ഞു, ലേവ്യർക്ക് 3 മക്കളാണുള്ളത്: ഗർശോൻ, മെരാരി, കെഹാത്ത്. ഗർശോന്റെ മക്കൾക്ക് ഗർശോന്യർ എന്ന് പറയും. മെരാരിയുടെ മക്കൾക്ക്, ലേവിയുടെ പുത്രനായ മെരാരിയുടെ മക്കൾക്ക് മെരാരിയർ എന്ന് പറയും. കെഹാത്തിന്റെ മക്കളെ കെഹാത്യർ എന്ന് പറയുന്നു. കെഹാത്യർ. ലേവ്യരെല്ലാവരും കൂടെ 22,000 പേരുണ്ട്. ലേവി ഗോത്രം 22,000 പേരുണ്ട്. അവർ പാർക്കുന്നതായ വിധം 3-ാം അധ്യായം, സംഖ്യാപുസ്തകം 3-ാം അധ്യായം എടുക്കാം. സംഖ്യാപുസ്തകം 3-ാം അധ്യായം 25-ഉം 26-ഉം വാക്യങ്ങൾ. സംഖ്യാപുസ്തകം 3-ാം അധ്യായത്തിന്റെ 25, 26 വാക്യങ്ങൾ. 23 മുതൽ വായിച്ചു. 23 മുതൽ. ഗർശോന്യ കുടുംബങ്ങൾ തിരുനിവാസത്തിന്റെ പുറകിൽ പടിഞ്ഞാറേ ഭാഗത്ത് പാളയമിറങ്ങണം. ഗേർശോന്യരുടെ പിതൃഭവനത്തിന് ലായേലിന്റെ മകൻ ഏലിയാസാഫ് പ്രഭു ആയിരിക്കണം. സമാഗമന കൂടാരത്തിൽ ഗേർശോന്യർ നോക്കേണ്ടത് തിരുനിവാസവും കൂടാരവും അതിന്റെ പുറമോടിയും സമാഗമന കൂടാരത്തിന്റെ വാതിലിനുള്ള മറശ്ശീലയും തിരുനിവാസത്തിനും യാഗപീഠത്തിനും ചുറ്റുമുള്ള പ്രാകാരത്തിന്റെ മറശ്ശീലയും പ്രാകാരവാതിലിന്റെ മറശ്ശീലയും അതിന്റെ എല്ലാ വേലയ്ക്കുമുള്ള കയറുകളുമാകുന്നു.
ലേവിയുടെ മക്കൾ ഗർശോന്യര്, ഗർശോന്റെ മക്കൾ ഗർശോന്യർ, അവര് 7500 പേരുണ്ട്. ഗർശോന്യര് 7500 പേരുണ്ട്. അവര് സമാഗമന കൂടാരത്തോട് ചേർന്ന് കൂടാരത്തിൻ്റെ പടിഞ്ഞാറ് വശത്താണ് പാർക്കേണ്ടത്. അവർക്ക് ചുമതലയുണ്ട്. അവരുടെ ചുമതല എന്താണ്? തിരുനിവാസവും കൂടാരവും അതിൻ്റെ പുറമൂടിയും സമാഗമന കൂടാരത്തിൻ്റെ മറശ്ശീലയും പ്രാകാരവാതിലിൻ്റെ മറശ്ശീലയും ഇതെല്ലാം വലിച്ചു കെട്ടാനുള്ളതായ കയറും ഇതെല്ലാം ചുമക്കുക. ഇതെല്ലാം ഗർശോന്യരുടെ ചുമതലയിലാണ്. ഗർശോന്യരുടെ ചുമതല. ഓരോരുത്തർക്കും ഡ്യൂട്ടിയുണ്ട്, ചുമതലയുണ്ട്. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ പ്രാകാരം മുഴുവൻ ഗർശോന്യരുടെ ചുമതലയാണ് ഏൽപ്പിക്കപ്പെട്ടിട്ടുള്ളത്. പ്രാകാരം മുഴുവനും അതിൻ്റെ മറശ്ശീല, വാതിൽമറ, അതെല്ലാം ചുളുങ്ങാൻ നേരെ വലിച്ചു കെട്ടാനുള്ളതായ കയറ്, ഇതെല്ലാം ഗർശോന്യരുടെ ചുമതലയാണ്. അതെല്ലാം വലിച്ചു കെട്ടി നോക്കുക. എവിടെയെങ്കിലും അടഞ്ഞു പോയിട്ടുണ്ടോ, കയറ് അഴിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ മുറുക്കി കെട്ടുക, അതൊക്കെ സൂക്ഷിക്കുക. ഇതെല്ലാമാണ് സമാഗമന കൂടാരത്തിലെ വേലയ്ക്ക് വേണ്ടി വേർതിരിക്കപ്പെട്ടത് ലേവ്യരാണ്. ലേവ്യരാണ് പുരോഹിതന്മാർ, പുരോഹിത വർഗം. അതിൽ ഗർശോന്യരുടെ ചുമതലകളാണ് സംഖ്യ 3-ാം അധ്യായത്തിൽ 25-26 വാക്യങ്ങൾ നാം വായിച്ചത്. പ്രാകാരം മുഴുവനും ഗർശോന്യരുടെ മേൽനോട്ടത്തിലാണ്. അതിൻ്റെ ശീലകൾ, അത് വലിച്ചു കിട്ടുന്നതായ കയറുകൾ, ഇവര് പല സ്ഥലങ്ങളിലായി പാളയം ഒടിച്ചു. അവരുടെ യാത്രാവേളയിൽ ഇസ്രായേൽ ജനത്തിൻ്റെ യാത്ര എന്ന് പറയുന്നത് 40 വർഷമാണ് മരുഭൂമിയിലെ യാത്ര. 40 ആണ്ട് ആ തലമുറ. പല സ്ഥലങ്ങളിൽ അവര് പാളയമടിച്ച് പാർത്തു. എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് അവർ പാളയമടിച്ച് പാർക്കുന്നു. മേഘം അവരുടെ മേലെ വന്ന് നിൽക്കുന്നു. മേഘത്തിൽ നിന്നും ദൈവത്തിൻ്റെ തേജസ് ഇറങ്ങി. ആ ചിത്രം നോക്കുമ്പോൾ കാണാം. ശേഖേന, ദൈവത്തിൻ്റെ തേജസ് മേഘത്തിൽ നിന്ന് ഇറങ്ങി സമാഗമന കൂടാരത്തിൻ്റെ അതിവിശുദ്ധ സ്ഥലത്ത് കൃപാസനത്തിൻ്റെ മേൽ വന്ന് ഇറങ്ങി നിൽക്കുന്നു. അങ്ങനെ അവരോട് പാർക്കുകയാണ്. 4 വശങ്ങളിലുമായി ഓരോ ഗോത്രങ്ങളും ഇങ്ങനെ നിരനിരയായി കൂടാരങ്ങൾ അടിച്ച് പാർക്കുന്നു. ഓരോരുത്തരുടെയും കൂടാരവാതിലിലൂടെ ഒരു നദിയുണ്ട്. അതിൻ്റെ തോടുകൾ ദൈവനഗരത്തെ, അത്യുന്നത നിവാസത്തെ സന്തോഷിപ്പിക്കുന്നു എന്ന് തിരുവചനം പറയുന്നു. നദി, അതിൻ്റെ തോടുകൾ ഒഴുകുന്നു. ഓരോരുത്തരുടെയും കൂടാരവാതിക്കൽ നിന്ന് മരുഭൂമിയിൽ അവർക്ക് ഇഷ്ടം പോലെ മുക്കി കുടിക്കുവാനും ഉപയോഗിക്കുവാനും തക്കവണ്ണം ഇതിൻ്റെ തോടുകൾ ഒഴുകുന്നുണ്ട്. ഇതെല്ലാം വലിയ അർത്ഥമാണ്. അവരുടെ കൂടാരത്തിൻ്റെ വാതിൽക്കൽ അവരവർക്ക് ഭക്ഷിക്കാനുള്ളതായ മന്ന വഴിയും അവർ പറക്കിയെടുത്താൽ മതി. വാതിൽക്ക് നിന്ന് പറക്കിയെടുത്താൽ മതി. ഇതെല്ലാം അവരുടെ ജീവിതത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. അങ്ങനെ അവർ പാളയം പിടിച്ച് പാർക്കുമ്പോൾ പെട്ടെന്ന് ഈ അതിവിശുദ്ധ സ്ഥലത്ത് ഇറങ്ങി നിൽക്കുന്നതായ ശേഖേന, ദൈവത്തിന്റെ തേജസ് ആലയത്തിൽ നിന്ന് ഉയർന്ന് പൊങ്ങുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ, തിങ്കളാഴ്ച പറഞ്ഞതുപോലെ, കാഹളം ഊതും. പിന്നീട് കാഹളം ഊതുന്ന ശബ്ദം കേൾക്കും. ഈ മേഘം പൊങ്ങുമ്പോൾ പിന്നെ വലിയ തിടുക്കമാണ്. ഇസ്രായേൽ ജനങ്ങൾ ഓരോരുത്തരും അവരുടെ കൂടാരങ്ങളുടെ കുറ്റികളൂരി കൂടാരങ്ങൾ അഴിച്ച് മടക്കി കെട്ടുന്നു. കാരണം അവിടെ നിന്നും യാത്ര പോവുകയാണ്, യാത്ര പുറപ്പെടുകയാണ്. മേഘം പൊങ്ങുന്നത് കാണുമ്പോൾ, അടയാളങ്ങൾ കാണുമ്പോൾ അവർ യാത്രയ്ക്കുള്ളതായ ഒരുക്കങ്ങളെല്ലാം ചെയ്യും. എല്ലാം പറക്കി കെട്ടി അഴിച്ച് മടക്കി കെട്ടി പാക്ക് ചെയ്യുകയാണ്. സമാഗമന കൂടാരത്തിൻ്റെ ശുശ്രൂഷകളെല്ലാം ലേവ്യർക്കുള്ളതാണ്. കെഹാത്യര് അവര് പ്രാകാരത്തിൻ്റെ ചുറ്റുമുള്ളതായ മറശ്ശീലയും വാതിൽമറയും കുറ്റിയും കയറുമെല്ലാം ഊരി കയറുകളെല്ലാം മടക്കി കെട്ടി അത് വഹിച്ചുകൊണ്ട് നടക്കുക എന്നുള്ളതാണ് കെഹാത്യരുടെ ചുമതല.
ഗർശോന്യരുടെ ചുമതല ഏതാണ്? ഗർശോന്യര് ഇസ്രായേൽ പാളയത്തിൽ സമാഗമന കൂടാരത്തിന്റെ പ്രാകാരത്തിന്റെ ചുമതലയാണ് ഗർശോന്യർക്കുള്ളത്. പ്രാകാരം അവരുടെ ഉത്തരവാദിത്വത്തിലാണ്. എന്താണ് ഈ പ്രാകാരം എന്ന് പറയുന്നത്? ഇവരെ 1-2 പേരല്ല, 7500 പേരുണ്ട്. ഗർശോന്യര് 7500 പേരുണ്ട്. പ്രാകാരം മുഴുവൻ അവരുടെ മേൽനോട്ടത്തിലാണ്. അത് അഴിച്ചെടുക്കുക, അത് ചുമക്കുക, അത് വഹിക്കുക, ഇതെല്ലാം ഗർശോന്യരുടെ മേൽനോട്ടത്തിലാണ്. ഈ പ്രാകാരം നാം നോക്കുമ്പോൾ, സമാഗമനത്തിൽ പ്രാകാരം നോക്കുമ്പോൾ പ്രാകാരത്തിന് മേൽമൂടിയില്ല, തുറന്നു കിടക്കുകയാണ്. മേൽമൂടിയില്ല, അങ്ങ് തുറന്നു കിടക്കുകയാണ്. അതിനകത്ത് എന്തെല്ലാം ഇരിക്കുന്നുണ്ട്, എന്തൊക്കെ ഉണ്ടെന്നൊക്കെ എല്ലാം കാണാം. ആ മൂടുവരിയൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതായ ആ ഭാഗമാണ് വിശുദ്ധ സ്ഥലവും അതിശുദ്ധ സ്ഥലവും. അതിനകത്ത് നടക്കുന്നതോ അതിനകത്തിരിക്കുന്ന ഉപകരണങ്ങളോ സാധാരണക്കാർക്ക് ആർക്കും കാണാൻ പോലും കഴിയില്ല. എന്നാൽ പ്രാകാരം, അതിലിരിക്കുന്ന യാഗപീഠവും പിച്ചളത്തൊട്ടിയും അവിടെ നടക്കുന്നതായ ശുശ്രൂഷകളും യാഗങ്ങളും എല്ലാം എവിടെ നിന്ന് നോക്കിയാലും കാണാം. തുറന്നു കിടക്കുകയാണ് എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്ന സ്ഥലമാണ് പ്രാകാരം. ദൈവ സാന്നിധ്യത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുന്നതായ സ്ഥലമാണ് പ്രാകാരം. അപ്പോൾ ഈ ഗർശോന്യരുടെ ചുമതല എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യത്തെ ലോകത്തോട് വിളിച്ചറിയിക്കുക. ദൈവ സാന്നിധ്യത്തെ ലോകത്തോട് വിളിച്ചറിയിക്കുന്നവരാണ് ഗർശോന്യര്. എന്ന് പറഞ്ഞാൽ ഇവരുടെ ശുശ്രൂഷ എന്ന് പറയുന്നത് സുവിശേഷകർക്ക് സമാനമാണ്. സുവിശേഷകരുടെ വേല ആണ് ഇവർ ചെയ്യുന്നത്. സുവിശേഷ വേല. ഇവിടെ ഈ പ്രാകാരത്തിൽ യാഗം നടക്കുന്നത് ലോകത്തെ കാണിച്ചു കൊടുക്കുക. ഇവിടെ ഒരു യാഗം നടക്കുന്നുണ്ട് എന്ന് ലോകത്തോട് അറിയിക്കുക. എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന്. യാഗങ്ങളാണ് പാപത്തിന് പരിഹാരം. യാഗം കഴിച്ച് പാപത്തിന് പരിഹാരം വരുത്തിയാണ് അത് ആരാധിക്കുന്നത്. അപ്പോൾ യാഗപീഠം, പ്രാകാരത്തിൽ ഇവിടെ ഒരു യാഗമുണ്ട്, യാഗപീഠമുണ്ട്, യാഗം നടക്കുന്നുണ്ട് എന്ന് ലോകത്തോട് അറിയിക്കുകയാണ് ഗർശോന്യരുടെ ചുമതല. സുവിശേഷകർ കർത്താവായ യേശു ക്രിസ്തുവിന്റെ യാഗത്തെ, ക്രൂശ് മരണത്തെ ലോകത്തോട് അറിയിക്കുക. ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു എന്ന് ലോകത്തോട് അറിയിക്കേണ്ടവരാണ് സുവിശേഷകർ. ഈ മറ്റുള്ളവരുടെയൊക്കെ ജോലി വെച്ച് നോക്കുമ്പോൾ ഇവരുടെ ജോലി അല്പം ലഘുവാണ്. വലിയ ഭാരമുള്ള ജോലിയല്ല ഈ ഗർശോന്യരുടെ ജോലി. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ശുശ്രൂഷക്കാരുണ്ട്. മെരാരിയും കെഹാത്തിരും ഒക്കെ ഉണ്ട്. അവർ ചെയ്യുന്നതായ ശുശ്രൂഷകളെക്കാൾ അല്പം ഭാരം കുറഞ്ഞ ഒരു ശുശ്രൂഷയാണ് ഈ ഗർശോന്യർ ചെയ്യുന്ന ശുശ്രൂഷ. കാരണം ഈ ശീലയും തുണിയും കയറും ഒക്കെ ഒത്തിരി കനമുള്ളതല്ല. മറ്റുള്ളവരൊക്കെ വഹിക്കേണ്ടത് സാക്ഷ്യപെട്ടകം, കാഴ്ചയപ്പത്തിൻ്റെ മേശ, ധൂപപീഠം എന്നൊക്കെ പറയുന്നത് നല്ല ഖനമുള്ളതാണ്. അതൊക്കെ തണ്ട് ചെലുത്തി 4 പേര് ചേർന്ന് ചുമക്കണം. ഖനമുള്ളതാണ്. ഇവരുടെ എന്നൊക്കെ പറഞ്ഞാൽ ഇവർക്ക് വലിയ ഖനമില്ല, വലിയ ഭാരമില്ലാത്തതാണ്. എന്ന് പറഞ്ഞാൽ മറ്റുള്ള ശുശ്രൂഷകൾ ചെയ്യുന്ന, നമ്മൾ സഭയിലെ ശുശ്രൂഷകളുണ്ട്. നമ്മൾ മനപ്പാഠം പഠിക്കാനായിട്ട് ക്രമീകരിച്ചതായ വാക്യം എഫേസ്യ ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 11-ാം വാക്യം. എഫേസ്യർ 4:11. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും
ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അപ്പോൾ സഭയിൽ പല വിധത്തിലുള്ള ശുശ്രൂഷകരുണ്ട്, സുവിശേഷകന്മാർ. ഈ ഗർശോന്യരുടെ വേല എന്ന് പറയുന്നത് പ്രാകാരത്തിന്റെ മേൽനോട്ടമാണ്. എന്ന് പറഞ്ഞാൽ സുവിശേഷകർ എന്താ ചെയ്യേണ്ടത്? ഓരോരുത്തരുടെ അടുക്കൽ കടന്നു ചെന്ന് യേശുക്രിസ്തു താങ്കൾക്ക് വേണ്ടി മരിച്ചു, യേശുക്രിസ്തു താങ്കളുടെ രക്ഷയ്ക്കുള്ളത് ഒരുക്കിയിട്ടുണ്ട് അനുഭവമാക്കുക. ഈ യാഗം നടക്കുന്ന സ്ഥലം പരിചയപ്പെടുത്തുക, യാഗപീഠത്തിന്റെ അരികിലേക്ക് ആളുകളെ കൂട്ടിക്കൊണ്ടുവരിക. ഇതാണ് ഗർശോന്റെ ശുശ്രൂഷ, സുവിശേഷകരുടെ ശുശ്രൂഷ. മറ്റ് ഇടയന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ, ലളിതമായി പറഞ്ഞാൽ, ഈ അച്ഛന്മാർക്കും തിരുമേനിമാർക്കും ഒക്കെ ഉള്ളത്ര ഭാരം സുവിശേഷകന്മാർ വഹിക്കേണ്ടതില്ല. ഉപദേഷ്ടാക്കന്മാർ, മൂപ്പന്മാർ, ഇവർക്കൊക്കെയുള്ള അവരൊക്കെ വഹിക്കുന്ന അത്ര ഭാരം സുവിശേഷകന്മാർക്ക് വഹിക്കേണ്ടതില്ല. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, യേശുക്രിസ്തു താങ്കൾക്ക് വേണ്ടി മരിച്ചു, സുവിശേഷം അറിയിക്കുക. അവൻ ഉയർത്തെഴുന്നേറ്റ് താങ്കൾക്ക് വേണ്ടി ജീവിക്കുന്നു, അത് പറയുക. ഈ ഗർശോന്യർക്ക് യാഗം നടക്കുന്ന സ്ഥലം വിടർത്തിക്കെട്ടി സൂക്ഷിച്ചാൽ മതി. അത് വിടർത്തിക്കെട്ടുക, അത് വഹിച്ചുകൊണ്ട് നടക്കുക, അതാണ് അവരുടെ ജോലി. അത് മറ്റുള്ളവർ വഹിക്കുന്നത് പോലെ അത്ര ഭാരമുള്ളതല്ല. ഇവർക്ക് ഭാരമുള്ളതൊന്നും ചുമക്കണ്ട. ഈ ശീലയും കയറും ഒക്കെ ചുമന്നാൽ മതി. പാളയും ഒരിടത്ത് അടിക്കുമ്പോൾ അവിടെ കൊണ്ടൊന്ന് അടിക്കണം, യാത്ര പുറപ്പെടുമ്പോഴൊക്കെ അഴിച്ച് ചുമക്കണം, അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി അത് അടിക്കണം. അങ്ങനെ ഈ ശീലയും കയറും ഒക്കെ അവർക്ക് ചുമന്നാൽ മതി. പക്ഷേ അവർ ചെയ്യുന്നതായ സേവനം വളരെയേറെ വിലപ്പെട്ടതാണ്. ഈ ലോകത്തിൻ്റെ മുമ്പിൽ യേശുക്രിസ്തുവിനെ പരിചയപ്പെടുത്തേണ്ടത് അവരാണ്. ഓരോ ഭവനങ്ങളിലേക്കും കടന്നു ചെന്ന് ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് പാപികളുടെ അരികിലേക്ക് ഇറങ്ങിച്ചെന്ന് രക്ഷിതാവിനെ കാണിച്ചു കൊടുക്കുന്നത് സുവിശേഷകന്മാരാണ്. കൂട്ടായ്മയിലേക്ക് ആളുകളെ ക്ഷണിച്ച് കൂട്ടിക്കൊണ്ടുവരേണ്ടത് സുവിശേഷകന്മാരാണ്. അപ്പോൾ ഗർശോന്യർ സുവിശേഷകന്മാരെ കാണിക്കുന്നു. അവൻ ചിലരെ സുവിശേഷകന്മാരായും. വീണ്ടും സംഖ്യാപുസ്തകം 3-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ളതായ വാക്യങ്ങൾ കെഹാത്യരുണ്ട്. കെഹാത്യർ അവരെവിടെയാണ്? തെക്കാണ് പാർക്കുന്നത്. ആലയത്തിൻ്റെ സമാഗമന കൂടാരത്തിൻ്റെ തെക്ക് വശത്ത് കെഹാത്യർ പാർക്കുന്നു. അവർ 8600 പേരുണ്ട്. സംഖ്യാപുസ്തകം 3-ാം അധ്യായം 27 മുതൽ 32 വരെയുള്ളതായ വാക്യങ്ങൾ. കെഹാത്തിൽ നിന്ന് അമ്രാമ്യരുടെ കുടുംബവും ഇസ്രായേല്യരുടെ കുടുംബവും ഹെബ്രോന്യരുടെ കുടുംബവും ഉസിയേല്യരുടെ കുടുംബവും ഉത്ഭവിച്ചു. ഇവ കെഹാത്യരുടെ കുടുംബങ്ങൾ. 1 മാസം മുതൽ മേലോട്ട് പ്രായമുള്ള എല്ലാ ആണുങ്ങളുടെയും സംഖ്യയിൽ വിശുദ്ധ മന്ദിരത്തിന്റെ കാര്യം നോക്കുന്നവർ 8600 പേർ. കെഹാത്യ കുടുംബങ്ങൾ തിരുനിവാസത്തിന്റെ തെക്കേ ഭാഗത്ത് പാളയമിറങ്ങണം. കെഹാത്യ കുടുംബങ്ങളുടെ പിതൃഭവനത്തിന് ഉസിയേലിന്റെ മകൻ ഏലിസാഫാൻ പ്രഭു ആയിരിക്കണം. അവർ നോക്കേണ്ടത് പെട്ടകം, മേശ, നിലവിളക്ക്, പീഠങ്ങൾ, വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷകളുടെ ഉപകരണങ്ങൾ, തിരശീല എന്നിവയും അവയ്ക്കുള്ള വേലയൊക്കെയും ആകുന്നു. പുരോഹിതനായ അഹരോന്റെ മകൻ ഏലിയാസാർ ലേവ്യർക്ക് പ്രധാന പ്രഭുവും വിശുദ്ധ മന്ദിരത്തിലെ കാര്യം നോക്കുന്നവരുടെ വിചാരകനും ആയിരിക്കണം. കെഹാത്യർ അവരുടെ ചുമതല എന്ന് പറയുന്നത് പെട്ടകം, മേശ, നിലവിളക്ക്, പീഠങ്ങൾ,
അങ്ങനെ വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങൾ തിരശീല എന്നിവയൊക്കെയാണ്. ഈ സമാഗമന കൂടാരത്തിൽ നാം കാണുന്ന മൂടുവിരിയിട്ട് വച്ചിരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതിനകത്താണ് വിശുദ്ധ സ്ഥലവും അതിവിശുദ്ധ സ്ഥലവും ഉള്ളത്. അതിനകത്തിരിക്കുന്ന ഉപകരണങ്ങൾ മറ്റുള്ളവർക്ക് പരസ്യമായി കാണാവുന്നതല്ല. പെട്ടകം, മേശ, നിലവിളക്ക്, ധൂപപീഠം ഇവയെല്ലാം ചുവക്കേണ്ടത്. ഇതെല്ലാം നല്ല ഭാരമുള്ള നല്ല ഖനമുള്ള ഉപകരണങ്ങളാണ്. ഖദിരമരം കൊണ്ടുണ്ടാക്കി അകത്തും പുറത്തും പൊന്ന് പൊതിഞ്ഞ് നല്ല കനമാണ്, നല്ല ഖനമുള്ള ഉപകരണങ്ങളാണ്. അത് 2 കൊളുത്തുണ്ട്. അതിന് 2 വശങ്ങളിൽ 2 കൊളുത്തുകളുണ്ട്. ആ കൊളുത്തുകളിൽ തണ്ട് വെച്ച് തണ്ടിട്ട് 4 പേര് കൂടിയാണ് പെട്ടകമൊക്കെ ചുമക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. പെട്ടകത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ആ കാര്യങ്ങൾ മനസ്സിലാക്കാം. ഇപ്പോൾ ഇത് വഹിച്ചു കൊണ്ടുവരുന്നതായ കാര്യങ്ങൾ പുറമേയുള്ള, അത് ഒരു സ്ഥലത്ത് നിന്ന് കൊണ്ടുപോയി വേറൊരിടത്ത് കിട്ടുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ ഇവരുടെ ചുമതല നല്ല ഭാരമുള്ള ഉപകരണങ്ങളാണ് അവർ ചുമക്കേണ്ടത്. വലിയ ഭാരമുള്ള ഉത്തരവാദിത്വമുള്ളതായ ജോലിയാണ് അവർ ചെയ്യേണ്ടത്. അവർ ചെയ്യുന്ന ശുശ്രൂഷയൊന്നും ജനങ്ങൾ കാണില്ല. ഇപ്പോൾ ആ മറച്ചിട്ടിരിക്കുന്നതിൻ്റെ ഉള്ളിലിരിക്കുന്ന ഉപകരണങ്ങൾ എന്താണെന്നോ അവിടെ നിന്ന് ശുശ്രൂഷിക്കുന്ന ഈ കെഹാത്യരെ ഒന്നും ആരും കാണുന്നില്ല. അവരെ ആരും കാണാതെ ആരും അറിയാതെ, മാത്രമല്ല ഈ സമാഗമന കൂടാരം ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഈ പുറമൂടിയൊക്കെ മാറ്റുന്നതിന് മുമ്പ് അതിനകത്തിരിക്കുന്നതായ സാക്ഷ്യപ്പെട്ടകവും കാഴ്ചയപ്പത്തിന് മേശയും ധൂപപീഠവും തങ്ക നിലവിളക്കും എല്ലാം പൊതിഞ്ഞെടുക്കണം. അത് ജനം കാണാൻ പാടില്ല, പുറമേ ഉള്ളവരാരും കാണാൻ പാടില്ല. ആരും കാണാതെ നിന്നാണ് അവർ ശുശ്രൂഷിക്കേണ്ടത്. അത് സമാഗമന കൂടാരം അടുത്ത സ്ഥലത്ത് കൊണ്ടുപോയി അടിക്കുമ്പോൾ മറ്റാരും കാണാതെ അത് പൊതിഞ്ഞിരിക്കുന്നതായ ശീലകളെല്ലാം മാറ്റി മറ്റാരും കാണാതെ, ജനങ്ങൾ കാണാതെ അതിൻ്റെ മൂടിയെല്ലാം മാറ്റി അതാതിൻ്റെ സ്ഥാനത്ത് അടക്കി വെക്കേണ്ടത് അവരാണ്. ഒന്നും പരസ്യമായോ പരസ്യപ്പെടുത്തിയോ അല്ല അവർ ചെയ്യേണ്ടത്. ഉള്ളറയിലിരിക്കുന്ന ഉപകരണങ്ങളെ കൈകാര്യം ചെയ്യുന്നതായ ആളുകളാണ് അവർ. ആലയത്തിൻ്റെ ഉള്ളറയിലിരിക്കുന്ന ഉപകരണങ്ങളെ കൈകാര്യം ചെയ്യുന്നവർ. അവരെ പുറമെയുള്ളവർ കാണുന്നില്ല, പുറമെയുള്ളവർ അറിയുന്നില്ല. ദൈവത്തിന് സ്തോത്രം. ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. ദൈവം നമ്മെ ഏൽപ്പിക്കുന്നതായ ശുശ്രൂഷകളിലും ശുശ്രൂഷകൾക്കും വ്യത്യാസമുണ്ട്. ദൈവത്തിന് സ്തോത്രം. കെഹാത്യരുടെ ശുശ്രൂഷകളിൽ വ്യത്യാസമുണ്ട്. എഫേസ്യ ലേഖനത്തിൽ നാം വായിച്ചതുപോലെ അവൻ ചിലരെ അപ്പോസ്തോലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. സുവിശേഷകന്മാർ ചെയ്യേണ്ടതായ ശുശ്രൂഷ എന്താണ്? പ്രാകാരത്തിൻ്റെ പരിപാലനം, പ്രാകാരത്തിൻ്റെ ചുമതല. എന്താണ് പ്രാകാരം? ദൈവ സാന്നിധ്യത്തെ ലോകത്തിന് മുമ്പിൽ വിടർത്തിക്കാട്ടുന്നതാണ് പ്രാകാരം, സുവിശേഷകന്മാർ. എന്നാൽ കെഹാത്യരുടെ ശുശ്രൂഷ വ്യത്യാസമാണ്. അവര് ദൈവാലയത്തിൻ്റെ ഉള്ളറകളിലിരിക്കുന്ന ഉപകരണങ്ങളെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. അവരുടെ വേലയ്ക്ക് ശ്രേഷ്ഠതയുണ്ട്. സംഖ്യാപുസ്തകം 4-ാം അധ്യായം 4-ാം വാക്യം നമുക്കൊന്ന് വായിക്കാം. സംഖ്യാപുസ്തകം 4-ാം അധ്യായം 14-ാമത്തെ വാക്യം. സമാഗമന കൂടാരത്തിൽ അതിവിശുദ്ധ കാര്യങ്ങളെ സംബന്ധിച്ച് കെഹാത്യരുടെ വേല എന്തെന്നാൽ, പാളയം യാത്ര പുറപ്പെടുമ്പോൾ അഹരോനും പുത്രന്മാരും വന്ന് തിരശ്ശീല ഇറക്കി അതുകൊണ്ട് സാക്ഷ്യപെട്ടകം മൂടണം. തഹശുതോൽ കൊണ്ടുള്ള മൂടി അതിന്മേലിട്ട് അതിനു മീതെ നീലശീല വിരിച്ച് തണ്ട് ചെലുത്തേണം. കാഴ്ചയപ്പത്തിന്റെ മേശമേലും ഒരു നീലശീല വിരിച്ച് അതിന്മേൽ തളികകളും കരണ്ടികളും കിണ്ടികളും പകരുന്നതിനുള്ള കുടങ്ങളും വെക്കണം. നിരന്തരമായ അപ്പവും അതിന്മേൽ ഇരിക്കണം. അവയുടെ മേൽ ഒരു ചുവപ്പ് ശീല വിരിച്ച് തഹശുതൂൽ കൊണ്ടുള്ള മൂടി വിരിയാൽ അത് മൂടുകയും തണ്ട് ചെലുത്തുകയും വേണം. ഒരു നീലശീല എടുത്ത് വെളിച്ചത്തിനുള്ള നിലവിളക്കും അതിന്റെ ദീപങ്ങളും ചവണങ്ങളും കരിന്തിരി മുറിച്ചിടുന്ന പാത്രങ്ങളും
അതിന്റെ ഉപയോഗത്തിനുള്ള എല്ലാ എണ്ണക്കുടങ്ങളും മൂടണം. അതിന്റെ പാത്രങ്ങളൊക്കെയും തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരിയിൽ പൊതിഞ്ഞ് ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടണം. സ്വർണപീഠത്തിന്മേൽ അവർ ഒരു നീലശീല വിരിച്ച് തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും തണ്ട് ചെലുത്തുകയും വേണം. വിശുദ്ധ മന്ദിരത്തിലെ ശുശ്രൂഷയ്ക്കുള്ള ഉപകരണങ്ങളൊക്കെയും അവർ എടുത്ത് ഒരു നീലശീലയിൽ പൊതിഞ്ഞ് തഹശുതോൽ കൊണ്ടുള്ള ഒരു വിരിയാൽ മൂടുകയും ഒരു തണ്ടിന്മേൽ വെച്ച് കെട്ടുകയും വേണം. എന്ന് പറഞ്ഞാൽ ഞാൻ അടുത്ത ക്ലാസ്സിൽ വിവരിച്ചു കൊള്ളാം. വളരെ മറ്റുള്ളവർക്ക് കാണാൻ പാടില്ല. ആലയത്തിന്റെ ഉള്ളറകളിലിരിക്കുന്ന ഉപകരണങ്ങൾ വഹിക്കുന്നവരാണ് അവര്. സംഖ്യാപുസ്തകം 7-ാം അധ്യായത്തിലെല്ലാം നാം കാണുന്നുണ്ട്. നാം എഫേസ്യ ലേഖനത്തിൽ വായിച്ചു, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ളതായ പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീക വർധനയ്ക്കുമാകുന്നു. അങ്ങനെ നാം ഇനി മനുഷ്യരുടെ ചതിയാലും ഉപായത്താലും തെറ്റിച്ചു കളയുന്ന തന്ത്രങ്ങളിൽ കുടുങ്ങിപ്പോകുവാൻ തക്കവണ്ണം ഉപദേശത്തിൻ്റെ ഓരോ കാറ്റിനാൽ അഴഞ്ഞുലരുന്ന ശിശുക്കളായിരിക്കാതെ സ്നേഹത്തിൽ സത്യം സംസാരിച്ചുകൊണ്ട് ക്രിസ്തു എന്ന തലയോളം സകലത്തിലും വളരുവാനിടയാകും വിശ്വാസികളെ ശുശ്രൂഷിക്കുവാൻ. ഇത് രഹസ്യമായിട്ടാ. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് മഹത്വം. അവരുടെ ശുശ്രൂഷകൾ പുറമെയുള്ളവർ കാണുന്ന ശുശ്രൂഷയല്ല. നമ്മൾ ഓർക്കണം, ഈ ദയറാവാസികളുണ്ട്, ദയറാക്കാര്. അവർ ദയറാകളിൽ പാർക്കുക. അവരുടെ വലിയ പോസ്റ്ററുകളോ അല്ലെങ്കിൽ വലിയ പരസ്യത്തിലൊന്നുമില്ല, ആരും കാണുന്നില്ല. അതൊക്കെ മൂടിയിരിക്കുക. ഇന്ന് ആളുകൾക്കൊക്കെ വലിയ പോസ്റ്ററും പരസ്യവും ഫോട്ടോയും ഒക്കെ താല്പര്യം. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഞാൻ ഈ തിരുവചനം പഠിച്ച് വരുമ്പോൾ നാം നേരത്തെ നിന്നതായ നമ്മുടെ കൂട്ടായ്മ, ബഹുമാനപ്പെട്ട യോഹന്നാൻ സാർ ദൈവബോധന പ്രകാരമാണ് കൂട്ടായ്മ നടത്തിയത്. ഞാൻ കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. നിങ്ങൾ വല്ലതും കണ്ടിട്ടുള്ളവരുണ്ടാകാം. പപ്പ എന്ന് പറയുന്ന നൈനൻ സാർ ദൈവദാസൻ, ആ ദൈവദാസൻ ചെയ്യുന്ന ശുശ്രൂഷ ആരും കാണാറില്ല, ആരും അറിയാറില്ല. ദൈവത്തിന് സ്തോത്രം. കൃത്യമായ ദൈവത്തിന് വചനം പറയുന്നു, മേശ അത് നീലശീല കൊണ്ട് തകച്ചു തോൽ കൊണ്ട് ഓരോ ഉപകരണങ്ങൾ, അതിൻ്റെ ചവണി ചട്ടകവും ഈ ഈ ഈ തങ്ക നിലവിളക്കിൻ്റെ കരിന്തിരി മുറിച്ചിടുന്ന കത്രിക തൊട്ടുള്ളതെല്ലാം പൊതിഞ്ഞെടുക്കണം. അതൊന്നും ആരും കാണാൻ പാടില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ പറയട്ടെ, ഞാൻ കൂട്ടായ്മയിൽ വരുന്നതായ കാലത്ത് ശുശ്രൂഷകളുണ്ടായിരുന്നു. ദൈവത്തിന് സ്തോത്രം. ഒരാൾ കടന്നു വന്നാൽ അവൻ്റെ രഹസ്യങ്ങൾ അവരെയും വെളിപ്പെട്ട് കിട്ടുന്ന ശുശ്രൂഷകളുണ്ടായിരുന്നു. നാം കൊതിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ദൈവത്തിന് സ്തോത്രം. പുറമേ ഇറങ്ങി നടക്കാനല്ല, ആൾക്കാരെ കാണിക്കാനല്ല, ആത്മാവിൻ്റെ ആഴങ്ങളിൽ. ദൈവത്തിൻ്റെ സ്തോത്രം. ആലയത്തിൻ്റെ അന്തർമന്ദിരങ്ങളിൽ ഉള്ളറകളിലിരിക്കുന്ന ഉപകരണങ്ങളെ കൈകാര്യം ചെയ്യണം. എന്തിനു വേണ്ടിയാണ്? കൂട്ടായ്മയിൽ വീഴുന്ന ഓരോ വിശ്വാസികളും ശോഭയുള്ളവരായിട്ട് നിൽക്കണം. സുവിശേഷകർ ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങിപ്പോയി അവർ വേല ചെയ്യുന്നു, എന്നാൽ അകത്തെ ശുശ്രൂഷകളുണ്ട്. ദൈവം കൃപ നിങ്ങൾ സമയം കടന്നു പോയില്ല, 5 മിനിറ്റ് മുന്നോട്ട് പോയി, സാരമില്ല. ദൈവത്തിന് സ്തോത്രം. ഞാൻ നിർത്തുകയാണ്, നിങ്ങൾ ക്ഷമിക്കണം. 5 മിനിറ്റ് മുന്നോട്ട് പോയി. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചിന്തിക്കാം, എന്താണ് ദൈവത്തിൻ്റെ പദ്ധതി? എന്ത് മനോഹരമാണത്! ദൈവത്തിൻ്റെ ക്രമീകരണങ്ങൾ, സഭയുടെ ക്രമീകരണങ്ങൾ, അതിൻ്റെ എല്ലാം നിഴലായിട്ടാണ് ഈ സമാഗമന കൂടാരത്തെ കെട്ടിയുണ്ടാക്കിയത്. എബ്രായർ 10:1 നാം ചിന്തിച്ചതാണല്ലോ. ഇതെല്ലാം വരുവാനുള്ളവരുടെ നിഴലാണെന്ന്. 9-ാം അധ്യായത്തിൽ യാഗങ്ങളെക്കുറിച്ചും സമാഗമന കൂടാരത്തെക്കുറിച്ചും അതിൽ നടക്കുന്നതായ കാര്യങ്ങളെക്കുറിച്ചും പുരോഹിതന്മാരെക്കുറിച്ചും അവർ ചെയ്യുന്നതായ കാര്യങ്ങളെക്കുറിച്ചൊക്കെയും പറഞ്ഞിട്ട് 10-ാം അധ്യായത്തിലേക്കുള്ള അപ്പോസ്തലൻ പറയുകയാണ്, ഇതെല്ലാം വരുവാനിരിക്കുന്ന നന്മയുടെ നിഴലാണെന്ന്. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, നീ ഞങ്ങളെ ആത്മാവിൽ നടത്തണം. ഞങ്ങൾ ഓരോരുത്തരും തിളക്കമുള്ളവരായിട്ട് നിൽക്കണം. ദൈവത്തിന് സ്തോത്രം. കർത്താവേ, ആലയത്തിൻ്റെ ഉള്ളറകളിലെ ശുശ്രൂഷകളുണ്ട്.
അതാണ് വിശ്വാസികളെ ശോഭയുള്ളവരാക്കി മാറ്റുന്നത്. ഓരോ വിശ്വാസികളെയും തിളക്കമുള്ളവരാക്കി മാറ്റുന്നത്. മൂടി വയ്ക്കേണ്ടത് മൂടി വയ്ക്കണം. ദൈവത്തിന് സ്തോത്രം. എല്ലാം തുറന്നു കാട്ടാനുള്ളതല്ല, എല്ലാം ലോകത്തിന് മുമ്പിൽ തുറന്നു കാട്ടാനുള്ളതല്ല. മറഞ്ഞിരിക്കേണ്ടത് മറഞ്ഞിരിക്കണം. കർത്താവേ, ഞങ്ങൾക്ക് ലോകത്തിന് മുമ്പിൽ ആളാകാനാണ് ആഗ്രഹം. കർത്താവേ, ദൈവമേ സ്തോത്രം. ഞങ്ങൾ ശോഭയുള്ളവരായി മാറണം. മേഘം പൊങ്ങുമ്പോൾ കർത്താവേ, അടയാളങ്ങൾ കാണുമ്പോൾ ഞങ്ങൾക്ക് ഒരുങ്ങണമല്ലോ. ദൈവത്തിന് സ്തോത്രം. ദൈവരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. കർത്താവേ, നീ ഞങ്ങളോട് കരുണ കാണിക്കണം, മനസ്സലിയണം. ഞങ്ങൾ ഓരോരുത്തരും ഈ ആലയത്തിൽ, ഈ കൂട്ടായ്മയിൽ കടന്നു ഞങ്ങൾ ഓരോരുത്തരും ശോഭയുള്ളവരായി മാറാൻ തക്കവണ്ണം ആത്മാവിൻ്റെ ശുശ്രൂഷകൾ നിങ്ങൾക്ക് തരണമേ. കർത്താവേ, കൂട്ടായ്മയിൽ സഭയിൽ നീ ആക്കുന്ന ആത്മാവിൻ്റെ അധികാരമുള്ള ശുശ്രൂഷകൾ ഞങ്ങൾക്ക് തരണമേ. ഞങ്ങൾ തിളക്കമുള്ളവരായി മാറുവാൻ, ഈ ആലയം ബലയാൻ കണ്ടതുപോലെ യാക്കോബിൻ്റെ കൂടാരങ്ങളെ കാണുവാൻ തക്കവണ്ണം നീ ഞങ്ങളെ രൂപപ്പെടുത്തണമേ. ദൈവരങ്ങളിലേക്ക് സമർപ്പിക്കാം. കരുണയുള്ള കർത്താവേ, സ്നേഹനിധിയായ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് നൽകിത്തന്ന ഈ ആത്മീയമായ ശുശ്രൂഷകൾക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കേൾപ്പിച്ച ആലോചനകൾക്കായി സ്തോത്രം. ഞങ്ങളെല്ലാവരെയും ഒന്ന് അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണം പിതാവേ. ആമേൻ.